ശബരിമലയിൽ ഡോളി തൊഴിലാളികൾ നടത്തിയ മിന്നൽ സമരം പിൻവലിച്ചു. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കേൾക്കുമെന്ന ADMന്റെ ഉറപ്പിന് പിന്നാലെയാണ് സമരത്തിൽ നിന്ന് പിന്മാറിയത്. പ്രീപെയ്ഡ് ഡോളി സർവീസ് ആരംഭിക്കാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെയായിരുന്നു തൊഴിലാളികളുടെ സമരം. ADM അരുണസ് നായരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഡോളി സമരത്തിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനം തൊഴിലാളികൾ എടുത്തത്. പ്രീപെയ്ഡ് ഡോളി സർവീസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും കേൾക്കാൻ തയ്യാറായില്ല, വ്യക്തമായ വിശദീകരണം നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സമരത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ മുന്നോട്ട് വെച്ചത്. തുടർന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ആവശ്യങ്ങൾ എഴുതി നൽകാനുള്ള അവസരമൊരുക്കാമെന്നും ശബരിമല ADM തൊഴിലാളികളെ അറിയിച്ചു. 394 ഡോളിയും 1576 തൊഴിലാളികളുമാണ് ദേവസ്വം ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ട്രോളി പ്രശ്നം ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും യോഗം ചേർന്നിരുന്നു. എന്നാൽ ട്രോളി സംവിധാനം മുടങ്ങിയത് മലയിലെത്തിയ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടാണ് വരുത്തിയത്. നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് 70-75 ഉള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ എങ്ങനെയോ മേലോട്ട് കയറി, വളരെ ബുദ്ധിമുട്ടി മേലോട്ട് കയറി താഴെ ഇറങ്ങി പോകുമ്പോൾ ഡോളിയിൽ പോലാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നും ഡോളി സമരമാണെന്ന് പറയുന്നു. സിദ്ധാപുത്തൂർ അയ്യപ്പൻ കോയിലാണ് ഞങ്ങൾക്ക് എല്ലാ അറേഞ്ച്മെന്റ് ചെയ്തതെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഡോളിൻ്റെ ഒരു പ്രശ്നം. ഞങ്ങൾ ഡോളിയുണ്ട് വിചാരിച്ച് വന്നതാ. ഇനി നാളെ പോകാൻ വിചാരിച്ചാൽ ചിലപ്പോൾ നാളെയും സ്ട്രൈക്കായിരിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഇന്ന് പോവുക. ഇവർ ഓക്സിജനൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നത്. അതേസമയം മല കയറാൻ വരുന്നവരിൽ നിന്നും അനധികൃതമായി പണം വാങ്ങുന്നു എന്ന പരാതി ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് പ്രീപെയ്ഡ് ട്രോളി സർവീസ് തുടങ്ങാൻ തയ്യാറെടുക്കുന്നത്. ആളുകളുടെ തൂക്കത്തിനനുസരിച്ച് 3 വിഭാഗങ്ങളായി വില നിശ്ചയിച്ച് സർവീസ് ആരംഭിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. പമ്പ, നീലിമല, വലിയ നടപ്പന്തൽ എന്നിവിടങ്ങളിൽ കൗണ്ടറുകൾ ആരംഭിക്കും. ഇവിടെ നിന്നും ഓൺലൈനിലായോ നേരിട്ടോ പണമടച്ച് സേവനം പ്രയോജനപ്പെടുത്താം. തൊഴിലാളികളുടെ കൂലി ആഴ്ചയിലൊരിക്കൽ അക്കൗണ്ടിൽ കൈമാറും. മണിക്കൂറുകൾ നീണ്ടുനിന്ന ഡോളി സമരം സന്നിധാനത്ത് അയ്യപ്പ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത്. മണിക്കൂറുകൾക്ക് ശേഷം ചർച്ചയ്ക്കൊടുവിലാണ് സമരം അവസാനിപ്പിച്ചത്. സമരം പിന്നീട് ആരംഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുമില്ല. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ സന്തോഷിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, സന്നിധാനം.